പിന്നെ പലരും ചെയ്യുന്നതാണ് നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കൽ വെള്ളം നല്ല രീതിയിലായി ഇപ്പോൾ മറ്റു ചെടികളൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ദോഷമായിട്ടാണ് വരിക, പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിൽ. കാരണം ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ മുമ്പ് ഒരു വർഷം മുന്നേ ഞാൻ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അത് തക്കാളി, പച്ചമുളക്, വെണ്ടക്ക, വഴുതന ഇതൊക്കെയുള്ള നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അന്ന് കുറേ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ തക്കാളി കൃഷിൻ്റെ പരിചരണത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. പല വിഷയങ്ങളാണ് പറഞ്ഞത്. ചെടി വാടി പോകുന്ന, പൂവിടുന്നില്ല, അതേപോലെ തന്നെ ചെടി മുരടിച്ച് നിൽക്കുന്ന, അങ്ങനത്തെ വിഷയങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഞാനൊന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ തക്കാളി കൃഷി വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തക്കാളി നമ്മൾ നടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വിത്ത് മുളപ്പിക്കുമല്ലോ. അപ്പോൾ ഈ വിത്ത് മുളപ്പിക്കുന്ന ടൈമിൽ നമ്മൾ ഒട്ടാകെ ഒരു പാത്രത്തിലൊക്കെ അല്ല ഒരു ഗ്രോ ബാഗിലൊക്കെ വിത്ത് മുളപ്പിക്കാതിരിക്കുക. കാരണം അങ്ങനെ മുളപ്പിക്കുന്ന ടൈമിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ വേരുകൾ തമ്മിൽ ജോയിൻ്റ്. അപ്പോൾ നമ്മൾ പറിച്ച് നടുന്ന ടൈമിൽ മാറ്റി നടുന്ന ടൈമിലൊക്കെ അത് ചെടികൾ ഒട്ടാകെ കൂട്ടത്തോടെ വളരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല, വേരുകൾ പൊട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വിത്ത് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ട്രേയിൽ മുളപ്പിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഓരോന്നോരോന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ മാറ്റി നടാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ തക്കാളി നമ്മൾ നടുന്ന പലരും സൈഡുള്ള സ്ഥലത്ത് ഒന്നിൻ്റെ തണലത്തൊക്കെ ആയിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുക. പക്ഷെ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം തക്കാളിക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടണം, സൂര്യപ്രകാശം കിട്ടണം. അപ്പോൾ തണ്ടിലേക്കൊക്കെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ അതിൽ പൂവിടുള്ളൂ. പൂവിട്ടത് നമുക്ക് കായ്ഫലമായി കിട്ടുള്ളൂ, കായ്കൾ അത്യാവശ്യം വലുപ്പത്തിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തക്കാളി നമ്മൾ മാറ്റി നടാൻ ഇപ്പോൾ ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നടാം. അല്ലാതെ മണ്ണിലാണെന്നുണ്ടെങ്കിൽ മറ്റു മരത്തിൻ്റെ ഷെയ്ഡിലൊന്നും കൊണ്ടുപോയിട്ട് നടാതിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കൊടുക്കുന്ന ഇപ്പോൾ തക്കാളി എന്നല്ല, മറ്റു ചെടികൾക്കൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ് വെള്ളം എപ്പോഴാണ് കൊടുക്കുന്നത് നല്ലത്. രാവിലെ കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ രാത്രി വൈകുന്നേരം കൊടുത്താൽ മതിയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, തക്കാളിക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം കിട്ടണം, മണ്ണിൽ ഈർപ്പം നിൽക്കണം. ഈ തക്കാളി എന്നല്ല, മറ്റു ചെടികളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഈ ചെടികൾ പോഷകങ്ങൾ വലിച്ചെടുക്കുക, ഇലകളിൽ അന്നജം പാകം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശം നല്ല ഉദിച്ച് വരുന്ന ടൈമാണ്, ഏകദേശം ഒരു 10 മണി ആ ഒരു ടൈമിലൊക്കെയാണ് ഇത് അന്നജം പാകം ചെയ്യുക. അപ്പോൾ അതിനും വേണ്ടിയിട്ട് വളങ്ങൾ ചെടികൾ വലിച്ചെടുക്കുമല്ലോ മണ്ണിൽ നിന്ന്. അപ്പോൾ ഈ വളങ്ങൾ വലിച്ചെടുക്കുന്ന ടൈമിൽ മണ്ണിൽ ഈർപ്പം വേണം. അപ്പോൾ നമ്മൾ വൈകുന്നേരം നനച്ചിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഈർപ്പില്ല എന്നുണ്ടെങ്കിൽ ആ വളങ്ങൾ ചെടികൾ വലിച്ചെടുക്കൂല. അപ്പോൾ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്നത് ഏറ്റവും നല്ലത് എന്നാണ്. കാരണം ഇപ്പോൾ രാവിലെ ഒരു 8 മണി സമയത്തൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ചെടി വളം വലിച്ചെടുക്കുന്ന ടൈമിൽ മണ്ണിൽ നല്ല രീതിയിൽ ഈർപ്പുണ്ടാവും. ഇനി എല്ലാം നമ്മൾ വൈകുന്നേരം കൊടുക്കാനാണ് നമുക്ക് സമയം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പൊതട്ട് കൊടുക്കണം. പൊതടുമ്പോൾ പലരും ചിലപ്പോൾ 2-3 കരിയില മാത്രം മേലിട്ട് കൊടുക്കുക. അങ്ങനെ പൊതട്ടിട്ട് കാര്യമില്ല. പൊതടുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ നല്ല രീതിയിൽ പൊതട്ട് കൊടുക്കണം, നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. അപ്പോൾ മണ്ണിൽ ഈർപ്പുണ്ടെങ്കിൽ മാത്രമേ വളങ്ങൾ വലിച്ചെടുക്കുകയുള്ളൂ ചെടികൾ. അത് ഏത് ചെടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ തക്കാളിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെള്ളം കിട്ടണം, പക്ഷെ നല്ല രീതിയിൽ മണ്ണിൽ ഈർപ്പം നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നനച്ച് കൊടുക്കണം. എന്നെങ്കിൽ ഒരു നേരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ട്രിപ്പ് ഇറിഗേഷനൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്, കാരണം നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് തന്നെ വെള്ളം കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ തക്കാളി കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ തക്കാളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പടർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് താങ്ങ് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ചിലർ കറക്റ്റായിട്ട് തന്നെ കയറ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ വടികൾ സ്റ്റിക്കൊക്കെ വെച്ചിട്ടോ താങ്ങ് കൊടുക്കും. ചിലർ പറയും നല്ല ഹൈറ്റിൽ ഇന്നെക്കാട്ടിയോ ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, താങ്ങ് കറക്റ്റായിട്ട് കൊടുക്കുക. രണ്ടാമത്തേത്, ഈ താങ്ങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഒടിഞ്ഞു തൂങ്ങുമ്പോൾ പിന്നെ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ചെടി പിന്നെ നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതൽ. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, തക്കാളി കറക്റ്റായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ താഴ്ത്തുന്നേ വരും, അതൊക്കെ മൂത്ത് കെടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതിലൊന്ന് പൂവിടാനും ചാൻസ് കുറവാണ്. മേലോട്ടൊക്കെ ഇതിങ്ങനെ വരുന്നതനുസരിച്ച് പോഷകങ്ങൾ കറക്റ്റായിട്ട് എത്തും ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, താഴ്ത്തുനിന്നൊക്കെ മൂത്ത സ്റ്റിക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അതേപോലെ നല്ല ഹൈറ്റിൽ പോകുകയെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പ്രൂൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്ന രൂപത്തിൽ തന്നെ നമുക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കറക്റ്റ് ടൈമിലായിട്ട് നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈമിൽ നമുക്ക് അതിന് കായ്ഫലം കിട്ടും. ഒരു പ്രാവശ്യം മാത്രം കായ്ഫലം കിട്ടിയിട്ട് ചെടി ഉണങ്ങി പോകുന്ന രൂപം അല്ലെങ്കിൽ ചെടി വീണ് പോകുന്ന രൂപമല്ല, നമുക്ക് കുറച്ച് കാലം തന്നെ അതിന് കായ്ഫലം കിട്ടുന്നതുമാണ് കേട്ടോ. ഇനി അടുത്തത് വളപ്രയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇതിന് മുന്നേ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, തക്കാളിക്ക് എല്ലാ മൂലകങ്ങളും വേണം എന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് വേണ്ടത് ഫോസ്ഫറസും അതേപോലെ തന്നെ നമ്മളെ സെക്കൻഡറി എലമെന്റ്സ് ആയിട്ടുള്ള കാൽസ്യം ആണ്. അപ്പോൾ കാൽസ്യം ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മാസത്തിൽ ഒരു തവണ എങ്കിലും നമ്മൾ ലേശം കുമ്മായോ ഡോളോമേറ്റോ കലക്കി ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പൗഡർ രൂപത്തിലാണെങ്കിലും അത് കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളും നമ്മൾ ആ ഒരു സമയത്ത് കൊടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ എപ്പോഴും കൂടുതലായിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ മാസത്തിൽ ഒരിക്കലും ലേശം എല്ലുപൊടി, ഇപ്പോൾ ചെറിയ ഗ്രോ ബാഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-20 ഗ്രാമിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുത്താൽ ഓവറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലുപൊടി കഴിഞ്ഞാൽ എല്ലുപൊടി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോക്ക് ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂണ് റോക്ക് ഫോസ്ഫേറ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പൂവിട്ട് കൈ ആവുന്ന ടൈമിൽ പൊട്ടാഷ്യമാണ് ചെടിക്ക് ആവശ്യം. ആ ഒരു സമയത്ത് നമ്മൾ വേണമെങ്കിൽ ചാരം കമ്പോസ്റ്റ് ചെയ്ത് ലേശം ഇട്ട് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിവളം കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ലേശം ഇട്ട് കൊടുക്കുക. പൊട്ടാഷ്യം ചെറിയ രൂപത്തിലെ ചെടിക്ക് കിട്ടുന്നുള്ളൂ. അമിതമായിട്ട് നമ്മൾ ഒരു കാരണവശാലും തക്കാളിക്കൊന്നും വളം ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം ഇപ്പോൾ മാവിനൊക്കെ വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ എല്ലുപൊടിയൊക്കെ 1 കിലോ 1/2 കിലോനൊക്കെ ഇട്ട് കൊടുക്കും. അതേപോലെ പൊട്ടാഷ്യം വളങ്ങളൊക്കെ അമിതമായിട്ട് ഇട്ട് കൊടുക്കും. തക്കാളിക്കൊന്നും അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വേര് വളർച്ച നല്ല രീതിയിലുള്ള ചെടിയാണ് തക്കാളി. അപ്പോൾ ഈ വേര് വളർച്ച നല്ല രീതിയിലുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് തന്നെ ചെടിക്ക് വളങ്ങളും വലിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രോ ബാഗിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യുക. കാരണം വേരുകൾ ഒരുപാട് മേലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഗുണം കിട്ടൂല. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ നട്ടാന്നുണ്ടെങ്കിൽ വേര് വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്ന കൂടെ തന്നെ നമ്മൾ അതിൽ വളം കൂടി മിക്സ് ചെയ്ത മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വളപ്രയോഗത്തിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് കാൽസ്യം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. അതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ എപ്സം സാൾട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കാൽസ്യത്തിൻ്റെ ഞാൻ പറയുമ്പോൾ ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തക്കാളിയൊക്കെ കഴിച്ചു വരുമ്പോൾ അതിൻ്റെ മൂട് ചീഞ്ഞു പോകുന്നൊരു അസുഖം വരാനുണ്ട്. വെച്ചാൽ തക്കാളി മൂപ്പെത്തുമ്പോൾ തന്നെ മൂടിൽ ചെറിയ ബ്ലാക്ക് കളർ വന്നിട്ട് അവിടെ ചീഞ്ഞു പോകും. ഇതൊക്കെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയിലാണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പലരും ചെയ്യുന്നതാണ്, നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കൽ വെള്ളം നല്ല രീതിയിലായി. ഇപ്പോൾ മറ്റു ചെടികളൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ദോഷമായിട്ടാണ് വരിക, പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിൽ. കാരണം അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനും അതേപോലെ തന്നെ വാട്ടരോഗം അയച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് അപ്പോൾ തന്നെ വെയിൽ തട്ടുമ്പോൾ വാട്ടരോഗം വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു കാരണം വെച്ചാൽ നമ്മൾ പച്ചക്കറി കൃഷിയിലൊന്നും നമ്മൾ ഇലകളുടെ മേലെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ മണ്ണിൽ വെള്ളം കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വോയിസൊക്കെ പവറിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വേരുകളുള്ളതാണ് തക്കാളിക്ക്. വെള്ളം ഫോയ്സിൽ നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അയച്ചാൽ ഒന്നെങ്കിൽ പാത്രം കൊണ്ടല്ല വോസാണെന്നുണ്ടെങ്കിൽ ഫോയ്സ് കുറച്ചിട്ട് നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് നടുമ്പോൾ പോട്ടി മിക്സ് എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് പലരും ചോദിക്കും. പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ തന്നെ നമ്മൾ മണ്ണ് നല്ല രീതിയിൽ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുക, അതിലേക്ക് ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ മറ്റ് മീലാണെങ്കിൽ വളമാണ് വളം അമിതമായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട കേട്ടോ. പിന്നീട് നമ്മൾ ജൈവ സ്ലറികളായിട്ടോ അല്ലെങ്കിൽ ചെടി നട്ട് കുറച്ച് കഴിയുമ്പോൾ ജൈവ സ്ലറികളായിട്ടോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങളായിട്ടോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ വളം ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ മാസത്തിൽ ഒരിക്കലെങ്കിലും ലേശിച്ച എല്ലുപൊടിയോ അതേപോലെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കണം. അതുപോലെ സ്ലറി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ആയിട്ടോ അല്ല ആഴ്ച 2 തവണ ആയിട്ടോ ഒക്കെ നമ്മൾ സ്ലറികളും മണ്ണിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ തക്കാളി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്